കാറൽ മാർക്സ്, ഫെഡറിക് ഏംഗൽസ്, ഫെഡറൽ കാസ്ട്രോ, ചെഗുവേര, ലെനിൻ, ജോസഫ് സ്റ്റാലിൻ, ലിയോൺ ട്രൊട്സ്കി, ലൂക്ക കാക്കസ് തുടങ്ങിയ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയധാരയെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ എത്തിക്കുന്നതിനുവേണ്ടി അക്ഷീണ പരിശ്രമം നടത്തിയ ധീരയോദ്ധാക്കളായ കെ.സി. കുഞ്ഞാപ്പു മാസ്റ്റർ, കെ.എ. ചിണ്ടപ്പൊതുവാൾ, കുന്നുമ്മൽ കുഞ്ഞിരാമൻ, പനയന്തട്ട കണ്ണൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, മുടത്തറ ഗോവിന്ദൻ എന്നീ ധീരയോദ്ധാക്കളുടെ രക്തം വീണ മണ്ണാണ് മുനയംകുന്ന് രക്തസാക്ഷി മന്ദിരം. ഇവരെപ്പോലുള്ളവരുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിൽ കെട്ടിപ്പടുത്തതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇവരുടെ ത്യാഗോജ്ജലമായ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പാടിയോട്ടുചാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പ്രഭാകരേട്ടനും പെരിങ്ങോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി മെമ്പറുമായ കുഞ്ഞികൃഷ്ണേട്ടനും സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പയ്യന്നൂർ ഫർക്ക സെക്രട്ടറി ആയിരുന്നു സഖാവ് കെ.സി. കുഞ്ഞാപ്പു മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജന്മി നാടുവാഴ്ത്തത്തിനെതിരെയും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് മുനയംകുന്ന് സമരം. 1948 മെയ് 1 മുനയംകുന്ന് രക്തസാക്ഷികൾ മുനയംകുന്നിൻ്റെ ക്യാമ്പിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി 8 മാസത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഭരണത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. വടക്കേ മലബാറിലാകമാനം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായും ജന്മി നാടുവാഴ്ത്തത്തിനെതിരായി നടന്ന ഒട്ടനവധി സമരങ്ങളുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മുനയംകുന്ന് സഖാക്കൾ രക്തസാക്ഷികളായത്. കൃഷിക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് ജന്മിമാർ റേഷൻ ഷാപ്പിൽ കൊടുക്കേണ്ടതിന് പകരം നെല്ല് പൂഴ്ത്തിവെക്കുകയും സാധാരണക്കാരെ പട്ടിണി ഇട്ടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ വിഷുവിനെങ്കിലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജന്മിമാരുമായി പാർട്ടി സഖാക്കൾ സംസാരിക്കുകയും ന്യായമായ വില നൽകി നെല്ല് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിലയിൽ കുറച്ച് ആളുകൾക്ക് ഇത് വിതരണം ചെയ്തുവെങ്കിലും അതിൻ്റെ കാശ് വാങ്ങി പോലീസിൽ പരാതിപ്പെടുകയാണ് അവർ ചെയ്തത്. പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന സംഘം MSP ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായി എരുമത്തും അതുപോലെ കോറോത്തും കാങ്കോൽ ആലപ്പടമ്പ് മേഖലയിലാകെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും സ്ത്രീകളെ ഉൾപ്പെടെ മാനഭംഗം ചെയ്യപ്പെടുകയും പുരുഷന്മാരെ ക്രൂരമായി അറസ്റ്റ് ചെയ്ത് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ പാർട്ടി സഖാക്കൾ കുഞ്ഞാപ്പു മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള സമരം ആരംഭിക്കുകയും അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള പാർട്ടി സഖാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ ഈ ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടർന്നു വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് ഏപ്രിൽ 30 വൈകുന്നേരം ഈ സഖാക്കൾ MSPക്കാർക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത അധികാരമില്ലാത്ത സൗത്ത് കാനറ ജില്ലയുടെ ഭാഗമായ മുനയംകുന്നിൽ അവിടെ ചെഞ്ചേരിയൻ കൃഷ്ണൻ നായരുടെ ഒരു ചിറ്റാരിയിൽ അവിടെ ഒത്തുകൂടിയത്. പിറ്റേന്ന് മെയ് 1 രാവിലെ ലോക തൊഴിലാളി ദിനമായ മെയ് 1 പതാക ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അവർ ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 3 മണിക്ക് MSPക്കാരുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പ് വളയുകയും 4 ഭാഗത്തു നിന്ന് തുരിത വെടിതീർക്കുകയും ചെയ്തു. 42 സഖാക്കളാണ് ആ ക്യാമ്പിലുണ്ടായിരുന്നത്. അതിൽ 6 സഖാക്കൾ അവിടെ തന്നെ വെടിയേറ്റ് മരിച്ചു. സഖാവ് കെ.സി. കുഞ്ഞാപ്പു മാസ്റ്റർ, കെ.എ. ചിണ്ടപ്പൊതുവാൾ, മുടത്തറ ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, കുന്നുമ്മൽ കുഞ്ഞിരാമൻ, പനയന്തട്ട കണ്ണൻ നമ്പ്യാർ എന്നീ 6 സഖാക്കളാണ് അവിടെ വെടിയേറ്റ് മരിച്ചത്. ആ സഖാക്കളുടെ മൃതശരീരം പിറ്റേന്ന് ഈ പാടിയോട്ടുചാലിലെ ഈ സ്ഥലത്തെത്തിക്കുകയും ഒരു കുഴിയിൽ അവരെ
മറവ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് പാർട്ടി ഈ സ്ഥലം വിലക്ക് വാങ്ങി ഇവിടെ സ്തൂപം അവർക്ക് സ്മാരകം ഉണ്ടാക്കുകയും തുടർന്ന് ഇതുവരെയും എല്ലാ വർഷവും ലോക തൊഴിലാളി ദിനമായ മെയ് 1 നമ്മളിവിടെ മുനയംകുന്ന് രക്തസാക്ഷി ദിനമായി ആചരിച്ചു വരികയാണ്. ഇത് 3ാമത്തെ സ്തൂപമാണ്. 2023 ഈ ഏരിയയിലെ മുഴുവൻ പാർട്ടി സഖാക്കളും സ്വന്തമായി പൈസ സമാഹരിച്ചുകൊണ്ട്, പണം സമാഹരിച്ചുകൊണ്ട് ഈ സ്തൂപം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സ്തൂപം അടിയന്തരാവസ്ഥക്കാലത്തുൾപ്പെടെ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഭാഗികമായി നശിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഏറ്റവും നല്ല സ്തൂപം എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനിച്ച് 2023 പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്ത സ്തൂപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനമൊപ്പം ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ സർവോപരി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടം തുടർന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രചോദനമെന്ന നിലയിലാണ് മുനയംകുന്ന് രക്തസാക്ഷികൾ ഈ സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ള അവരുടെ രക്തസാക്ഷിത്വം ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അങ്ങേയറ്റം സഹായകരമാണ്, അതുപോലെ ആവേശകരമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. പ്രഭാകരൻ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുനയംകുന്ന് രക്തസാക്ഷി ദിനത്തിൻ്റെ 78ാമത് രക്തസാക്ഷി ദിനാചരണമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആചരിക്കുന്നത്. സഖാക്കൾ വെടിയേറ്റ് വീണ മുനയംകുന്നിൽ നിന്നും ഇന്നലെ വൈകുന്നേരം പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് കെ കൃഷ്ണേട്ടൻ ഏറ്റുവാങ്ങിയ രക്തപതാക ഇവിടെ ഈ രക്തസാക്ഷി നഗറിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് പി ശശിയേട്ടൻ പതാക ഉയർത്തതോടുകൂടി രക്തസാക്ഷി ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇന്ന് വൈകുന്നേരം വയക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് ചുവപ്പ് വണ്ടർ മാർച്ചും ടൗണിൽ പൊതു പ്രകടനവും നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CPI നേതാവ് സഖാവ് CP മുരളി, അങ്ങനെ വിവിധ നേതാക്കൾ ഈ വൈകുന്നേരം ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ വേണ്ടി ജമ്മിമാരുടെ പത്തായത്തിലുള്ള നെല്ല് ന്യായമായ വിലക്ക് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ജമ്മിമാർ അത് നൽകുന്നതിന് വേണ്ടി തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പത്തായം തുറന്ന്, അപ്പോൾ ജമ്മിമാരുടെ പത്തായം തുറന്ന് നെല്ലെടുത്ത് സാധാരണ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നെല്ലെടുക്കുകയും അവർക്ക് കാശ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജന്മിമാരും അന്നത്തെ കോൺഗ്രസിൻ്റെ ഗുണ്ടുകളെല്ലാം ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആളുകൾക്കും ഒരു പുരുഷന്മാർക്കും വീടുകളിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സഖാക്കൾ ഒത്തുചേർന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല, ഇതിനെ ചെറുത്ത് പരാജയപ്പെടുത്താൻ ഈ ഗുണ്ടകളെയും ജമ്മിമാരുടെ ഗുണ്ടകളെയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് പോലീസിനെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടക ഈ പോലീസിൻ്റെ പരിധിയിലല്ലാതെ കർണാടക പോലീസിൻ്റെ പരിധിയിലുള്ള സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള എന്തായാലും നേരിട്ട് പോകാൻ വേണ്ടി സാധിക്കൂ, ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതിനെതിരായി സമരം ശക്തമാക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒത്തുചേർന്നത്. ആ ഒത്തുചേർന്ന സഖാക്കളെയാണ് ഒറ്റുകാരുടെ സഹായത്തോടുകൂടി ഏപ്രിൽ മാസം മെയ് 1 പുലർച്ചെ 5 മണിക്ക് അവിടെ 3-4 ദിവസമാണ് അവിടെ ക്യാമ്പ് ചെയ്തത്. ആ ക്യാമ്പ് ചെയ്ത സഖാക്കളെ മെയ് 1 പുലർച്ചെയാണ് ഒരു ചാറ്റൽ മഴ വന്ന ഘട്ടത്തിൽ സഖാക്കളെ കാവൽ നിന്ന സഖാക്കളെല്ലാം അതിൻ്റെ ആ ചിറ്റാരിയുടെ ഉള്ളിലേക്ക് കയറി നിന്ന ഘട്ടത്തിലാണ് ഒറ്റുകാരുടെ സഹായത്താൽ MSP കാർ പോയി ആ ചിറ്റാരി വളഞ്ഞ് വെടിവെക്കുന്ന സമീപനം സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 6 സഖാക്കൾ വെടിയേറ്റ് മരിക്കുകയും ആ രക്തസാക്ഷികളെ ഇന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഈ നാടിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നും ആ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് പുതിയ തലമുറയെ പകർന്നു നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്
ഇത്തരത്തിലുള്ള രക്തസാക്ഷി ദിനം നമ്മൾ കൊണ്ടാടുന്നത്. രക്തസാക്ഷികൾക്ക് മരണമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലുള്ള പ്രകടനവും പൊതുസമ്മേളനവും ഇന്ന് വൈകുന്നേരം ഈ ഗ്രൗണ്ടിൽ നടക്കും.